നീണ്ട വർഷത്തിനൊടുവിൽ സുകുമാരക്കുറുപ്പ് അറസ്റ്റിലായിരിക്കുകയാണ്. തെക്കുകിഴക്കേ ഏഷ്യയിൽ ബോർണിയോ ദ്വീപിലുള്ള രാജ്യമായ ബ്രൂണയിലെ പോലീസാണ് സുകുമാരക്കുറുപ്പിനെ തടഞ്ഞുവച്ചിരിക്കുന്നത്. മലയാളത്തിലെ പ്രമുഖ ന്യൂസ് ചാനലായ 24-ൽ വന്ന വാർത്തയെ തുടർന്ന് കേരള പോലീസ് വിവരങ്ങൾ ശേഖരിച്ച് ബ്രൂണയിലേക്ക് വിവരം അയക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബ്രൂണയിലെ തൊട്ടടുത്ത സ്ഥലമായ മലേഷ്യയിലെ ഒരു ആശുപത്രിയിൽ നിന്നുമാണ് കുറുപ്പിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ബ്രൂണയിൽ സ്വന്തമായി ഹോട്ടൽ ബിസിനസ്സും ഫാം ഹൗസും നടത്തുകയായിരുന്നു കുറുപ്പ്. ആരോടും വലിയ സ്നേഹമോ സുഹൃത്ത് ബന്ധമോ വെച്ചു പുലർത്തിയിരുന്നില്ല. എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കുകയായിരുന്നു. 2 മാസം മാത്രമാണ് ഒരു സ്ഥലത്ത് താമസിക്കുക. അതിനുശേഷം താമസ സ്ഥലങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അതായിരുന്നു കുറുപ്പിന്റെ ശീലം. നാട്ടിലേക്ക് ഭാര്യയുടെ വിവരം അറിയാൻ നിരന്തരം ഫോണിൽ കൂടിയും വാട്സപ്പിൽ കൂടിയും ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അതൊന്നും കേരള പോലീസിനോ CBIക്കോ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു ഏറെ അത്ഭുതകരമായ കാര്യങ്ങൾ. കുറുപ്പിന് ഇന്ന് 72 വയസ്സോളം പ്രായമുണ്ട്. പല രേഖകളിലും തിരിമറി നടത്തിയതുകൊണ്ട് വ്യക്തമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 2 വർഷം മുമ്പാണ് കുറുപ്പിന്റെ അയൽവാസി പരിചയപ്പെടുന്നത്. ഇവർ തമ്മിൽ പരിചയമായതിനു ശേഷം കുടുംബാംഗങ്ങളെ അദ്ദേഹം കുറുപ്പിന് പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു. സുഹൃത്തിന്റെ ചെറിയ കുട്ടിയെ കാണിക്കാനാണ് ഫോട്ടോ വേണമെന്ന് പറഞ്ഞപ്പോൾ കുറുപ്പ് ഒഴിഞ്ഞു മാറി. പിന്നീട് നാടെവിടെയാണ് എന്ന ചോദ്യത്തിനും പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. ഇതാണ് സംശയത്തിലേക്ക് വഴിവെച്ചത്. ജനിച്ചത് മലേഷ്യയിൽ തന്നെയാണെന്നും മലയാളിയാണെന്നുമാണ് കുറുപ്പ് എല്ലാവരെയും ധരിപ്പിച്ചു വെച്ചിരുന്നത്. പൊക്കമളക്കാൻ കാറിന്റെ അടുത്ത് നിർത്തി സുഹൃത്ത് സൂത്രത്തിൽ ഫോട്ടോ എടുക്കുകയായിരുന്നു. പിന്നീട് ഒരുപാട് വർഷം ഇയാളെ നിരീക്ഷിച്ചു. സ്വഭാവത്തിലും മറ്റും പന്തികേട് തോന്നിയ സുഹൃത്ത് 24 എന്ന ചാനലിലെ കൂട്ടുകാരനെ വിളിക്കുകയായിരുന്നു. ഈ ഫോട്ടോയും പറഞ്ഞ കാര്യങ്ങളും പിന്നീട് എക്സ്ക്ലൂസീവായി പുറത്തുവിട്ടു. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കുറുപ്പ് അവിടുന്ന് നാടുവിട്ടു. പിന്നീട് വിളിച്ചപ്പോൾ മലേഷ്യയിലെ ഒരു ആശുപത്രിയിൽ പനി മൂലം അഡ്മിറ്റായി എന്ന വാർത്തയായിരുന്നു വന്നത്. അതിനുശേഷം വിളിച്ചപ്പോൾ സുഹൃത്തിന്റെ നമ്പർ ബ്ലോക്ക് ആക്കുകയായിരുന്നു. ഇതിനോടകം കോടിക്കണക്കിന് ആളുകളാണ് ഈ വാർത്ത കണ്ടത്. അപ്പോൾ തന്നെ കേരള പോലീസ് 24 ന്യൂസ് ചാനലുമായി ബന്ധപ്പെടുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാരണവശാലും കുറുപ്പ് മലേഷ്യ വിട്ടു പോകാൻ അനുവദിക്കാതെ ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇതുവരെ ഒഫീഷ്യൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. സംശയാസ്പദമായ സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യുന്നത്. അന്വേഷണത്തിൽ ഇത് കുറുപ്പ് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കാൻ 24 ന്യൂസ് ചാനലിന് പ്രത്യേക അംഗീകാരം നൽകുന്നതായിരിക്കും. കൂടാതെ വാർത്ത കണ്ടുപിടിച്ച നിരീക്ഷകന് പ്രത്യേക പാരിതോഷികവും കേരള ഗവൺമെന്റും മലേഷ്യൻ ഗവൺമെന്റും നൽകുന്നതായിരിക്കും. ഇനി പിടിച്ചത് സുകുമാരക്കുറുപ്പിനെ അല്ലെങ്കിൽ പണി കിട്ടുക 24 ന്യൂസിനായിരിക്കും. തെറ്റായ ഇൻഫർമേഷൻ കൊടുത്തു കേസ് ക്ലോസ് ചെയ്യാനിരുന്നതിനെ വഴി തെറ്റിച്ചുവെന്നും നിരപരാധിയായ ഒരാളുടെ മുഖം TV-യിൽ കാണിച്ചു അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും കേസ് വരാൻ സാധ്യതയുണ്ട്. വാർത്താ റിപ്പോർട്ടർക്കും MD ആയ ശ്രീകണ്ഠൻ നായർക്കും എതിരെയാണ് കേസ് വരുന്നത്. ഇനി ഇരയായ ആൾക്ക് തന്റെ മുഖവും തന്നെയും മറ്റു കാര്യങ്ങളിൽ വലിച്ചിട്ടു എന്ന് പറഞ്ഞും 24 ചാനലിനെതിരെ കേസ് കൊടുക്കാവുന്നതാണ്. പാരിതോഷികമായി അദ്ദേഹം പറയുന്ന തുക കൊടുക്കേണ്ടി വരും. എന്തൊക്കെയായിരുന്നാലും കേരള പോലീസിലെ ഒരു സംഘം മലേഷ്യയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. കൂടുതൽ മൊഴിയെടുത്ത ശേഷം കുറുപ്പാണെന്ന് സ്ഥിരീകരിക്കുന്നതായിരിക്കും. ഇനി കുറുപ്പാണെങ്കിൽ തന്നെ വില്ലനായി ചാക്കോയുടെ മകൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. കുറുപ്പിന്റെ കേസ് ക്ലോസ് ചെയ്യുമോ എന്ന് കണ്ടറിയണം. ഇനി ഇത് കുറുപ്പല്ലെങ്കിൽ 24 ന്യൂസ് ചാനലിനെതിരെ കടുത്ത അന്വേഷണമാണ് പുറപ്പെടുവിക്കാനിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 1 വർഷത്തിലേറെയായി സുകുമാരക്കുറുപ്പിനെ കുറിച്ചുള്ള ന്യൂസുകളും ഡിബേറ്റുകളും 24 ചാനലിൽ നിറഞ്ഞു നിന്നിരുന്നു. എന്ത് കാരണം കൊണ്ടാണ് ഇവർ സുകുമാരക്കുറുപ്പിനെ വലിച്ചിടുന്നതെന്നും ഈ കേസ് കുത്തിപ്പൊക്കിയാൽ ഇവർക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നതെന്നും പരിശോധിച്ച ശേഷം കേസ് തീരുമാനിക്കുന്നതായിരിക്കും. ആരാണ് പ്രതി ആരാണ് ഇര എന്ന് ഇനി നമുക്ക് കണ്ടറിയണം.